കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടിയന്തര യോഗം ചേരുന്നു. കോളേജ് സെൻട്രൽ കമ്മിറ്റിയാണ് യോഗം ചേരുന്നത്. എല്ലാ വിഭാഗം മേധാവികളും പങ്കെടുക്കുന്നു. മേഘ മാധവൻ വിവരങ്ങൾ നൽകാനുണ്ട്. മേഘ, ഈ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? നടപടിക്രമങ്ങൾ എന്താണ് എന്നതിൽ അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു വശത്ത് നടക്കുന്നു. ആരോഗ്യമന്ത്രി എപ്പോഴെത്തും? അതായത് ഇന്നലെയാണ് മെഡിക്കൽ കോളേജിൽ ഈ പുക ഉയർന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അടിയന്തര യോഗം ചേരുന്നത്. പ്രിൻസിപ്പാലിൻ്റെ ചേംബറിലാണ് നിലവിൽ യോഗം നടക്കുന്നത്. ഹോസ്പിറ്റൽ സെൻട്രൽ കമ്മിറ്റിയാണ് യോഗം ചേർത്തിരിക്കുന്നത്. എല്ലാ വിഭാഗം മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. കാരണം എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത്, എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അടിയന്തരമായ ഇടപെടൽ ഈ പുക വരുന്നതിന് പിന്നാലെ ഈ PMSY ബ്ലോക്കിൽ ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. അങ്ങനെ കൃത്യമായി തന്നെ രോഗികളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ കൂടി മെഡിക്കൽ കോളേജിന് സാധിച്ചിരുന്നു. അത്തരത്തിൽ കൃത്യമായ ഇടപെടൽ നടന്നതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. എല്ലാ തരത്തിലുള്ള പരിശോധനയും ഈ സംഭവം എങ്ങനെയാണ് ഇത്തരത്തിലൊരു പുക ഉയർന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായി കൃത്യമായ അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കൃത്യമായ അന്വേഷണം ഒരു ഭാഗത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മെക്കാനിക്കൽ വിഭാഗം, ഇലക്ട്രിക്കൽ വിഭാഗമൊക്കെ തന്നെയും പരിശോധന നടത്തുന്നത്. ഈ മരണപ്പെട്ട 4 പേർ, നേരത്തെ വാർത്തകൾ വന്നത് 5 പേരുടെ മരണം ഇടയാക്കിയെന്ന തരത്തിലായിരുന്നു. എന്നാൽ 4 പേരാണ് ഈ സംഭവത്തിന് പിന്നാലെ മരണപ്പെട്ടത്. എന്നാൽ കൃത്യമായി തന്നെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് മരണപ്പെട്ടത് എന്ന് മെഡിക്കൽ കോളേജ് കൃത്യമായി വിശദീകരിക്കുന്നു. അതിൽ 2 ആളുകൾ ആത്മഹത്യാ ശ്രമത്തെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. വളരെ ക്രിട്ടിക്കലായ സാഹചര്യത്തിലുള്ള ആളുകളാണ് മരണപ്പെട്ടത്. അതിൽ ഒരാൾ മരിച്ച ശേഷമാണ്, ഒരാളുടെ മൃതദേഹമാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. 2 കുടുംബങ്ങൾ, അതായത് മരണപ്പെട്ട 2 പേരുടെ കുടുംബങ്ങളാണ് ഈ കേസിൽ പോസ്റ്റ്മോർട്ടം വേണം എന്നൊരാവശ്യം ഉന്നയിച്ചത്. പക്ഷേ മെഡിക്കൽ കോളേജ് തന്നെ ഈ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളോട് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നൊരാവശ്യം ഉന്നയിക്കുകയായിരുന്നു. കാരണം അത് പിന്നീട് ഒരു സംശയത്തിന് നിൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. അതിന് പിന്നാലെ കുടുംബാംഗങ്ങളും ഈ മരണപ്പെട്ട 4 പേരുടെ കുടുംബാംഗങ്ങളും ഈ പോസ്റ്റ്മോർട്ടത്തിന് സമ്മതിക്കുകയായിരുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കൃത്യമായി അന്വേഷണം നടക്കുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയും പുകയും ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനു പിന്നാലെയാണ് മെഡിക്കൽ കോളേജിലെ സ്ഥിതിഗതികൾ കൃത്യമായി വിശകലനം ചെയ്യാനാണ് ഇത്തരത്തിലൊരു യോഗം, ഉന്നതതല യോഗം ഇവിടെ ചേരുന്നത്. മന്ത്രി വീണ ജോർജ് അല്പസമയത്തിനും ഏകദേശം 11:30 കോഴിക്കോട് എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ മന്ത്രി കൂടി പങ്കെടുക്കുന്ന യോഗം ചേരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ഏതായാലും ഈ സംഭവം ഉണ്ടായ ഇടം ഉൾപ്പെടെ മന്ത്രി സന്ദർശിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായും കൃത്യമായ നടപടികൾ ഉണ്ടായി. അതാണ് വലിയ അപകടം ഒഴിവാക്കിയത് എന്ന് തന്നെ പറയാം. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു പുക UPS റൂമിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. അതിന് പിന്നാലെ തന്നെ കൃത്യമായി ഏറ്റവും കൂടുതൽ ചികിത്സ ആവശ്യമുള്ള രോഗികളെ കൃത്യമായി തന്നെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റാൻ സാധിച്ചിരുന്നു. ഈ മരണവുമായി ബന്ധപ്പെട്ട് 4 രോഗികളാണ് ഈ സംഭവത്തിന് പിന്നാലെ മരണപ്പെട്ടത്. അത് ആശുപത്രി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. വളരെ അതീവ ഗുരുതരാവസ്ഥയിലെ രോഗികളാണ് ഈ സംഭവത്തിന് പിന്നാലെ മരണപ്പെട്ടത്. നേരത്തെ തന്നെ ബന്ധുക്കളോട് കാര്യങ്ങളൊക്കെ തന്നെയും വിശദീകരിച്ചിരുന്നു. വളരെ ഗുരുതരാവസ്ഥയിലാണ് ഈ രോഗികൾ ഉള്ളത് എന്ന് വിശദീകരിച്ചിരുന്നു. അതിൽ 2 സ്ത്രീകൾ, മേപ്പാടി സ്വദേശിയായ നസീമയും പശ്ചിമബംഗാൾ സ്വദേശിയായ ഗംഗയുമാണ് ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ഈ ആശുപത്രിയിൽ എത്തുന്നത്. ആ രോഗി, അതായത് നസീമയുടെ മരണം ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലെ പുക പടർന്നതുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ഒരു ആരോപണം സിദ്ദിഖ് MLA ആണ് ഉന്നയിച്ചത്. ഏതായാലും ആ സംഭവത്തിൽ ഉൾപ്പെടെ കൃത്യമായ വിശദീകരണമാണ് മെഡിക്കൽ കോളേജ് നിലവിൽ നൽകുന്നത്. ഒരുപക്ഷെ ആരോഗ്യമന്ത്രി കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദമാക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടി മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് കുടുംബാംഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കൂടി തയ്യാറാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് മരണപ്പെട്ടവർ. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ കൃത്യമായി മരണകാരണം എന്താണ് എന്നത് കൂടുതൽ വ്യക്തമാകും. അതെ.